ഹായ് ഓൾ, എല്ലാവരും ഒരു 2 വീക്സ് ആയിട്ട് നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇന്ന് അടിപൊളിയായിട്ടുള്ള കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഉണ്ട് യൂട്യൂബിൽ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാനത് വേർതിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ഓഫ് വൈറ്റ് അല്ല, ഇതൊരു മിൽക്കി വൈറ്റ് ആൻഡ് ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്നതാണ്. സോ ഇതൊരു ദുപ്പട്ടയൊക്കെ ആയിട്ട് നമ്മൾ പെയർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്. സോ ഇതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 335 per മീറ്റർ വരുന്ന ഫാബ്രിക്കാണ്. ദുപ്പട്ടയുടെ പ്രൈസ് 895 ആണ് വന്നിരിക്കുന്നത്. മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. സോ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മിസ്സാക്കാതെ കണ്ടോളൂ. ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് കാണാം. അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് എംബ്രോയിഡറി വർക്ക്. ഈ ഒരു എംബ്രോയിഡറി അല്ലെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. ഇങ്ങനത്തെ പല എംബ്രോയിഡറീസും പല ഈ ഒരു കളർ കോമ്പിനേഷനിൽ പല ഫാബ്രിക്കും പല എംബ്രോയിഡറി എല്ലാം നമുക്ക് കാണാം. സോ നല്ലൊരു ഭംഗിയുള്ള ഭയങ്കര ഇന്നായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷനാണിത്. സോ നമ്മുടെ ഒരു ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ട ഓൾസോ സെയിം ഡിസൈനിൽ സ്കാലപ്ഡ് ബോർഡേഴ്സൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വേർതിരിക്കുന്ന ഫാബ്രിക് ഇതാണ്. 335 per മീറ്ററിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്. 44 ഇഞ്ചസ് വിത്തിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് മൽക്കോട്ടൺ ആണ് ദുപ്പട്ടയുടെ ഫാബ്രിക് വരുന്നത്. നല്ല രസമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. സ്കാലപ്ഡ് ബോർഡേഴ്സാണ് 4 സൈഡ്സിൽ. ആ ഒരു ബ്ലാക്ക് കളറിൽ സ്കാലപ്ഡ് ബോർഡേഴ്സൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയും ഈ ഒരു ഫാബ്രിക്കും. ഞാൻ 3.5 മീറ്റേഴ്സാണ് ടോപ്പ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലാണ് സ്ലീവ്സൊക്കെ, ഒരു ബലൂൺ ഫിറ്റ് ടൈപ്പിലാണ് സ്ലീവ്സൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു ക്ലോസ്ഡ് കോളർ പാറ്റേണിലാണ് നെക്കും കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സാധാ സ്ലിറ്റഡ് ടോപ്പായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ എലൈനായിട്ടോ ഫ്ലെയർഡ് ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിള്ളേർക്ക് ഫ്രോക്കായിട്ടൊക്കെ ചെയ്യണമെങ്കിലും എല്ലാം പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെ വരും. 335 per മീറ്റർ, 44 ഇഞ്ചസ് വിത്ത്. ഇതാണ് കേട്ടോ ഫാബ്രിക്കിൻ്റെ ക്ലോസ് ലുക്ക് വന്നേക്കുന്നത്. നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. ചെറുതായിട്ടൊരു സീക്വൻസും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരും വർക്കിൻ്റെ ക്ലോസ് ലുക്ക്. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ദുപ്പട്ടയും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്ക്. സോ ബ്ലാക്ക് നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാമല്ലോ. സോ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ദുപ്പട്ടയാണ്. 895 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് മൽക്കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. സോ ഇത് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് വൈറ്റിൻ്റെ നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് കണ്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതുണ്ട് സെയിം ആ ഒരു എംബ്രോയിഡറി തന്നെ ഫുള്ള് ബ്ലാക്ക് കളറിലേക്ക് കൊടുത്തിട്ട് സ്കാലപ്പൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. ഇത് നമുക്ക് ബ്ലാക്ക് എടുക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വരും. 895 ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നത്. 2.5 മീറ്റേഴ്സാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത്. ഇങ്ങനെ വരും. നല്ല രസമുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനാണ്. ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഈ ഒരു ദുപ്പട്ടയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പെയർ ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി ഫാബ്രിക്കാണ്. നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ്. 335 per മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് യെല്ലോ. നല്ലൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നു. ബ്ലാക്ക് തന്നെയാണ് എൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. സോ ഈ ഒരു ബ്ലാക്ക് ദുപ്പട്ട നമുക്ക് ഇതിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഈ ബ്ലാക്ക് ദുപ്പട്ട എന്തായാലും എടുത്തോട്ടോ, കാരണം നമുക്ക് ഒരു കോമൺ ദുപ്പട്ടയാണല്ലോ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ. സോ നമുക്ക് ഏതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും പെയർ ചെയ്യാം. 895 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്. ടോപ്പ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 335. അടുത്തത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലും കളറ് പിന്നെ പറയണ്ട, ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിലേക്ക് ആ ഒരു എംബ്രോയിഡറി വന്നിട്ട്. ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയാണ് ആ ഒരു സീക്വൻസിൻ്റെ ഷെയ്ഡും കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട ഉണ്ടോ ഇങ്ങനെ വരും. ഫുള്ള് ബ്ലാക്ക്. ഇത് നമ്മൾ ഗുഡ് ഫ്രൈഡേയുടെ ആ ഒരു ടൈമിലേക്ക് ആണ് നമ്മൾ ചെയ്ത് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് റെഡി ആയി വരാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ഇങ്ങനെ വരുന്നു. സാരമില്ല, ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണല്ലോ. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. 335 per മീറ്റർ. ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 895. അടുത്ത നമുക്ക് അതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരും. ഫുൾ ഒരേ കളറിലാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം. നമുക്ക് സെയിം ഷെയ്ഡിലുള്ള ബോട്ടം ഇല്ല. മിക്ക റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയിലും എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സെയിം കളർ ബോട്ടം ഉണ്ടോ എന്നുള്ളത്. സെയിം കളർ ബോട്ടം അല്ലെങ്കിൽ ദുപ്പട്ട നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കും. അതില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്തത് കേട്ടോ. സോ നമുക്കിനി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ബോട്ടം ഡൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കാരണം കുറേ പേര് പറയാറുണ്ട്, സജഷനായിട്ട് പറയാറുണ്ട് ബോട്ടവും ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഈ ദുപ്പട്ട ചെയ്ത് വരുമ്പോഴത്തേക്കും പ്രീമിയം ആ ഒരു റേഞ്ചിലേക്ക് വരും. അതായത് ആ ഒരു സെയിം കളറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രീമിയം റേഞ്ചിലേക്ക് പോകും. സോ അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ദുപ്പട്ട ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇത് റെയർ കളർ ചാർട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ ഫാബ്രിക്കും ചെയ്യുന്നത്. സോ കോട്ടൺ ഒരു കളർ ചാർട്ടായിരിക്കും, ജോർജറ്റിന് വേറൊരു കളർ ചാർട്ടായിരിക്കും. സോ ഇതെല്ലാം വേറെ കളേഴ്സ് വേറെ കളർ ചാർട്ടിൽ നിന്നാണ് നമ്മൾ എടുത്ത് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ദുപ്പട്ടയും ഓൾസോ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു സ്ഥലത്ത്, ദുപ്പട്ട വേറെ സ്ഥലത്ത്, അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുപ്പട്ടയും കൂടി അവൈലബിൾ ആക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ദുപ്പട്ടയും ബോട്ടവും ചെയ്യാത്തത്. സോ അതിനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഡൈയിങ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിം ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഡൈ ചെയ്ത് നമ്മൾ തരുന്നതാണ്. ഡൈഡ് ഫാബ്രിക്സ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കോട്ടൺ അല്ലെങ്കിൽ ഷാൻഡൂൺ ഫാബ്രിക്കിലേക്ക് ഡൈ ചെയ്ത് ബോട്ടം എടുക്കാം. ദുപ്പട്ടയായിട്ട് ഇതിന് മൽ കോട്ടൺ ദുപ്പട്ട പ്ലെയിൻ ഫാബ്രിക് ചെയ്തിട്ട് എടുത്താലും നല്ല രസമായിരിക്കും. സോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ക്ലോസ് ലുക്ക് ഒന്ന് നോക്കിയാൽ എൻ്റെ വർക്ക് ഒരു പ്രത്യേക ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ടോണിലേക്കാണ് അതിൻ്റെ വർക്ക് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. സിമ്പിളി എലഗൻ്റ് എന്ന് പറയത്തില്ല, അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു വർക്ക് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി സൂപ്പർ ഫാബ്രിക് ആയിരിക്കും. 335 per meter, 44 inches വിത്ത്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു കോട്ട ചെക്സിൻ്റെ ഫാബ്രിക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പുതിയ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഒനിയൻ പിങ്കും ഒരു റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. അതായത് റാണി പിങ്കിൻ്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ് എന്ന് പറയും. ഓനിയൻ പിങ്കിൻ്റെ കുറച്ചുകൂടി ബ്രൈറ്റ് ഷെയ്ഡും ആയിട്ട് വന്നേക്കുന്നത്. ഒരു ലിപ്സ്റ്റിക്കിലൊക്കെ കാണുന്ന ഒരു പിങ്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇങ്ങനെ വരും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറും ഫാബ്രിക്കുമാണ്. സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും. ഇതിൻ്റെ എംബ്രോയിഡറി നല്ല ഭംഗിയുണ്ട്. ഇതാണ് എംബ്രോയിഡറിയുടെ ക്ലോസ് ലുക്ക് വരുന്നത്. ചെറുതായിട്ട് സീക്വൻസും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഫാബ്രിക്. 44 inches ആണ് വിട്ട്, 300 per meter. കോഡിംഗ് വർക്ക് വന്നേക്കുന്ന കോട്ടൺ ഫാബ്രിക് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു മിൽക്കി വൈറ്റ് ടോണിലേക്ക്, ഒരു ഓഫ് വൈറ്റിലേക്കും പോകത്തില്ല, പ്യുവർ ഉജാല വൈറ്റും അല്ലാത്തൊരു വൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നത്. പിങ്ക് ആൻഡ് ഗ്രേ ആണ് എൻ്റെ കളർ കോമ്പിനേഷൻ. നമുക്കിത് എടുത്ത് പൊക്കുമ്പോൾ ചെറിയ ഫ്ലിക്കറിങ് വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. സോ നിങ്ങൾ പ്രത്യേകം പറയണം കോഡിംഗ് വർക്കുള്ള ഫാബ്രിക് ആണെന്നുള്ളത്. കാരണം സ്ക്രീൻഷോട്ട് ഞാൻ ചിലപ്പോൾ വേറെ ഇത് മെറ്റീരിയൽ ചോദിച്ചുകൊണ്ട് വേറെ അതിൻ്റെ ഒപ്പം ഉള്ളത് നിങ്ങൾ അയക്കും. അതായത് ഇപ്പോൾ ഈ ഫാബ്രിക്, അപ്പം നിങ്ങളിപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഈ മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഓർഡർ എടുക്കുന്ന ആൾ ധരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്, ഞാൻ ഇട്ടിരിക്കുന്ന ഫാബ്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഫാബ്രിക് കാണിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് പൊക്കി കാണിക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളാം. അടിപൊളി മെറ്റീരിയലാണ്. ആക്ച്വലി നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ്സിന് വീഡിയോയിൽ ഒരു ഭംഗി ഉണ്ടാവാറില്ല. നേരിട്ടുള്ള ഭംഗി അത്ര ഇതിന് കിട്ടാറില്ല കേട്ടോ. ശരിക്കും നേരിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. 405 per meter, 44 inches വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ കേട്ടോ. ഇതാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല മെറ്റീരിയലിലുമാണ് വരുന്നത്. ഇങ്ങനെ വരും. അടുത്തത് നമുക്ക് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക് 56 inches വിട്ട് 250 per meter വരുന്ന മെറ്റീരിയലാണ്. അടിപൊളിയായിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. നല്ല പ്രിൻറ്റിലുമാണ് വന്നേക്കുന്നത്. മസ്റ്റാർഡ് എല്ലാം ആണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഈ സെയിം പ്രിൻറ്റിൻ്റെ ഒരു സ്കൈ ബ്ലൂവും ലാവൻഡറും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാംഗോ എല്ലോ ആണ് നമുക്ക് വന്നേക്കുന്നത് ഈ പ്രാവശ്യം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസിലാണ്. പ്രിൻറ്റും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. 3.75 അല്ലെങ്കിൽ ഒരു 3.5 മീറ്റേഴ്സിൽ നമുക്ക് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ കിട്ടും. പിന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് കേട്ടോ. പിന്നെ 1.75 to 2 മീറ്റേഴ്സിൽ നമുക്കൊരു ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എടുത്താലും നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. പിള്ളേർക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. നല്ല രസമുള്ളൊരു മെറ്റീരിയൽ. മാംഗോ യെല്ലോ ആണ്. നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിരിക്കുന്നത്. 250 per meter, 56 inches വിട്ട്. നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന വൈറ്റ് ആൻഡ് ഒരു പിങ്കും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രിൻറ്റ് പോകുന്നുണ്ട്. നല്ല രസമുള്ളൊരു ഫാബ്രിക്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ബ്രൈറ്റ് ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്കൊരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കാണെങ്കിലും ഈവൻ ഇപ്പം ഞാൻ ഈ വേർതിരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു നെക്കൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഇതിൽ നമുക്കൊരു കാഷ്വൽ വെയർ ലുക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. 56 inches ആണ് വിട്ട്, 250 per meter ഇങ്ങനെ വരും മെറ്റീരിയൽ. നല്ലൊരു ഷെയ്ഡുമാണ് വന്നേക്കുന്നത്. സോ ഈ 2 ഷെയ്ഡ്സാണ് നമുക്ക് ഈ ഫാബ്രിക്കിൽ ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അടുത്ത ഫാബ്രിക് വന്നിരിക്കുന്നത് നമുക്ക് കോട്ട ചെക്സ് ഫാബ്രിക്കിലേക്ക് ആ ഒരു കോഡിംഗ് വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മളിതിൻ്റെ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കുറേ കളേഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യം നമ്മളിത് കോട്ട ഫാബ്രിക്കിലേക്ക്, കോട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊരു കോട്ട ഫാബ്രിക്കിലേക്ക് സെയിം
കോഡിംഗ് വർക്ക് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. ക്ലോസ് ലുക്ക് ഇതാണ് കേട്ടോ. നല്ല ആ സെയിം എംബ്രോയിഡറി തന്നെയാണ്. എംബ്രോയിഡറിയുടെ കളറും എല്ലാം സെയിം തന്നെയാണ്. പാറ്റേണും എല്ലാം കോമ്പിനേഷനും കണ്ടോ, അതൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ കോട്ടണിൽ ചെയ്ത അതേ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് മാത്രം കോട്ട ചെക്സിലേക്കാണ് വന്നിരിക്കുന്നത്. സോ കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് കോട്ടൺ എടുക്കാം. കോട്ടൺ ഓൾസോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് കോട്ടൺ എടുക്കാം. 395 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ്റെയും പാരറ്റ് ഗ്രീൻ്റെയും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ഫാബ്രിക് 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. ഇതിൻ്റെ ഒരു വർക്കിൻ്റെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് 395 വരാനായിട്ടുള്ള കാരണം. സോ അതുപോലെ തന്നെ കുറച്ച് കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇതിൻ്റെ തന്നെയല്ല, എല്ലാ ഫാബ്രിക്കിൻ്റെയും ചെറിയ കളർ ചേഞ്ച് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. സോ ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. അടുത്ത അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂയിഷ് ഗ്രേ. നല്ലൊരു പ്രത്യേക കളറാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് കളറല്ല, ഒരു ഡസ്റ്റി കളർ പോലെയാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. അത്ര ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരും മെറ്റീരിയൽ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്താണ്. ഇതിൽ ഒരു പൗഡർ ബ്ലൂ ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്, ചെറിയൊരു ബ്ലൂ ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറേ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഫാബ്രിക്കാണ്. ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ലക്നവി വർക്ക് വരുന്ന സെറ്റ്സ്, നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന കളക്ഷൻസ് കൊണ്ടുവരാമോ എന്നുള്ളത്. സോ അതിൻ്റെ നമ്മൾ 1-2 ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നത്. 48 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഒരു 48-49 ഇഞ്ചസ് ലെങ്ത്ത് നമുക്ക് ഈ ഫാബ്രിക്കിനുണ്ട്. നല്ലൊരു പൗഡർ ബ്ലൂ ടോൺ കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗി തോന്നുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഒരു പൗഡർ ബ്ലൂ ടോണിലേക്ക് വരുന്നു. ഇതിൻ്റെ സെയിം ബോട്ടവും ദുപ്പട്ടയും ടൈ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. ഇത് നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് താഴത്തോട്ട് വരും. ഞാൻ ഒരു പീസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വരും. ഫസ്റ്റ് ഷെയ്ഡ് 49-50 ഇഞ്ചസ് വിത്തോളം ഇതിന് വരുന്നുണ്ട്. ഇങ്ങനെ വരും മെറ്റീരിയൽ. അതിൻ്റെ അടുത്ത ഷെയ്ഡ് കണ്ടോ, എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് വയലറ്റ് ടോൺ. നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ടോണാണ്. ഭയങ്കര ഭംഗിയുണ്ടാവും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരു രക്ഷയില്ല, അത്ര ഭംഗിയുണ്ടാവും. ഒരു എംബ്രോയിഡറിയും ലക്നവി വർക്കൊക്കെ വന്നേക്കുന്നത്. താഴെയായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഹെമ്മിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വിത്ത് വൈസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു പാറ്റേണിൽ താഴോട്ട് വരും. ബോഡി പാർട്ടിൽ കംപ്ലീറ്റ് ചെറിയ ബൂട്ടാ വർക്കാണ് വന്നിരിക്കുന്നത്. സീക്വൻസും ത്രെഡ് വർക്കും വരുന്നുണ്ട്. വിത്ത് വൈസ് ഇങ്ങനെ താഴോട്ടായിരിക്കും വരുന്നത്. ചെറിയൊരു ജോയിൻറ്റ് ചിലപ്പോൾ ഒരു 50 ഇഞ്ചസ് ലെങ്ത്തിനൊക്കെ ചിലപ്പോൾ ചെറിയൊരു ജോയിൻറ്റ് മുകളിൽ വരും. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ, എനിക്ക് കിട്ടിയിട്ടില്ല. സോ അവർ തയ്ക്കാൻ എടുക്കുമ്പോഴാണ് പറയുള്ളൂ എന്തുമാത്രം വേണം എന്നുള്ളത്. ഞാൻ 2.25 മീറ്ററാണ് എടുത്തത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ സെയിം ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക്കിലേക്ക് നമുക്ക് ഡൈ ചെയ്തെടുക്കാം. സെയിം കളറിൽ. ദുപ്പട്ട നമുക്ക് പ്ലെയിൻ ജോർജറ്റിലും ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ളൊരു ഫുൾ സെറ്റ് നമുക്കൊരു ഫംഗ്ഷൻ വെയറിന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. 570 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിന് വിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കൊരു 2 മീറ്റേഴ്സൊക്കെ മതിയായിരിക്കും. ആൻഡ് പ്യുവർ ജോർജറ്റാണ്, വാഷബിൾ ആയിരിക്കില്ല. അതുപോലെ കളറും ബ്ലീഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഹാൻഡ് ഡൈഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ നമുക്കൊരു ഫംഗ്ഷൻ വെയർ കോൺസെപ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ. 570 പെർ മീറ്റർ, 50 ഇഞ്ചസ് വിട്ട്. ഇങ്ങനെ വരും മെറ്റീരിയൽ. ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഞാനൊരു 2 മീറ്റേഴ്സ് കട്ട് ചെയ്തെടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. സോ ഇങ്ങനെ നമുക്ക് വിത്ത് വൈസ് ആയിട്ട് വരും. ഒരു 2 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് കിട്ടും കേട്ടോ. അതായത് കണ്ടോ, ഇങ്ങനെ വരും മെറ്റീരിയൽ. ഇതാണ് ക്ലോസ് ലുക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. ഭയങ്കര ഒരു പേസ്റ്റൽ ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു രസമുള്ളൊരു ഷെയ്ഡാണ്. ഫുൾ സെറ്റും കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. സോ ഇതാണ് പൗഡർ ബ്ലൂ. അടുത്ത വയലറ്റ് ആണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു ബ്രൈറ്റ് വയലറ്റ്. സോ പേസ്റ്റൽ ടോൺ വേണ്ടുന്നവർക്ക് പേസ്റ്റൽ ടോൺ എടുക്കാം. ഡാർക്ക് ടോൺ ഇതാ ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് ഹെമ്മിലെ വർക്ക് ഇതാണ് കേട്ടോ. സോ നല്ല ക്ലോസ് ആയിട്ട് വർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 570 ആണ് പെർ മീറ്റർ റേറ്റ്. 50 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നിങ്ങൾക്ക് എത്ര മീറ്റർ വേണോ അത്ര മീറ്റർ അവൈലബിൾ ആണെന്ന് വാട്സപ്പിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.